കേരളത്തിലെ നീറ്റ് പരീക്ഷയിൽ 1ാം റാങ്ക് കിട്ടിയ കുട്ടീന്റെ പേരറിയോ നിങ്ങൾക്ക്? ആര്യാന്ന് പറഞ്ഞാൽ എന്റെ SIന്റെ മോളാണ്. ഇന്ത്യയിൽ 16ാമത്തെ റാങ്ക് ആ കുട്ടിക്ക്, കേരളത്തിൽ 1ാമത്തെ റാങ്ക്. ആര്യ സാധാ സ്കൂളിൽ പഠിച്ച കുട്ടിയാണ്. ആ കുട്ടിയോട് ചാനലുകാരൻ ചോദിച്ചു, എങ്ങനെയാണ് നിനക്ക് ഈ മാർക്ക് 1ാം റാങ്ക് കിട്ടിയതെന്ന് ചോദിച്ചപ്പോ ഓള് പറഞ്ഞ മറുപടി കേട്ടിട്ടുണ്ടോ? ആ കുട്ടി പറഞ്ഞു, എനിക്ക് വാശിയാണ്, എനിക്ക് ഡോക്ടർ ആകണമെന്നത് വാശിയാണ്, ഞാനത് സ്വപ്നം കണ്ടുപോയി. അങ്ങനെ ഡോക്ടർ ആകാൻ വേണ്ടി ഞാൻ മരണപഠിത്തമായിരുന്നു. മകൾക്ക് അച്ഛൻ ഫോൺ വാങ്ങിച്ചെന്ന് ചോദിച്ചപ്പോ അച്ഛൻ തന്ന ഫോൺ ഞാൻ സ്നേഹപൂർവ്വം നിരസിച്ച് അച്ഛന്റെ കയ്യിലേക്ക് കൊടുത്തു. എന്തുകൊണ്ട് മോള് ഫോൺ ഉപയോഗിച്ചില്ല എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഒരു സാധാ കേരളത്തിലെ കുട്ടി 4 മണിക്കൂർ സമയം ഫോൺ ഉപയോഗിക്കുന്നുണ്ട്. എത്ര മണിക്കൂർ? നിങ്ങളെ മക്കൾ എത്ര മണിക്കൂർ ഉപയോഗിക്കുന്നുണ്ട്? എല്ലാവരും 4 മണിക്കൂർ മിനിമം ഉപയോഗിക്കുന്നുണ്ട്. ഒരു മനുഷ്യക്കുട്ടി 8 മണിക്കൂർ ഉറങ്ങണം, അതറിയോ നിങ്ങള്? അപ്പൊ 8 മണിക്കൂർ ഉറങ്ങി 4 മണിക്കൂർ മൊബൈൽ ഫോൺ ഉപയോഗിച്ചാൽ ബാക്കി എത്ര മണിക്കൂറുണ്ട് ഒരു ദിവസത്തിൽ? 12 മണിക്കൂർ. അതിൽ 8 മണിക്കൂർ സ്കൂളും പോയാൽ പിന്നെ കുട്ടിക്ക് പഠിക്കാൻ സമയമുണ്ടോ? ഇല്ലയോ? പഠിക്കാൻ സമയമില്ല. ആ ബോധത്തോടു കൂടിയാണ് ഞാൻ ഫോൺ ഉപേക്ഷിച്ചത്. എന്റെ ഫോണ് ഞാൻ വിളിക്കേണ്ട അടുത്ത് അച്ഛന്റെ ഫോൺ എടുത്ത് വിളിക്കും, അമ്മേന്റെ ഫോൺ എടുത്ത് വിളിക്കും. എനിക്ക് വിളിച്ചാൽ പോരെ എന്നാ കുട്ടി ചോദിച്ചത്.